പലരും ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ. ഞാൻ മൈദപ്പൊടി എടുക്കും, 1 സ്പൂൺ റവ, 1 സ്പൂൺ അരിപ്പൊടി, കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, പിന്നെ കുറച്ച് പാലുണ്ടെങ്കിൽ പാലൊഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന ആ ഒരു പാകൂലേ, അതായത് ദോശമാവിനേക്കാളും ഇച്ചിരി കൂടി കട്ടിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. റവ ചേർക്കണോണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ കുഴച്ച് വെക്കും. അപ്പോൾ ഇച്ചിരി ഒരു ബും ബും എന്ന് പറഞ്ഞിരിക്കും, വീർത്തിരിക്കും. അപ്പോൾ ഈ സാധനം നമുക്ക് പഴം മുക്കി പഴംപൊരി ഉണ്ടാക്കാം, ചക്ക ഉണ്ടെങ്കിൽ ചക്ക മുക്കി ചക്കപ്പൊരി ഉണ്ടാക്കാം. ഈ ഈന്തപ്പഴം ഇല്ലേ, ഈ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇതൊന്ന് മുക്കിപ്പൊരിച്ച് നോക്കിയിട്ടാ, അടിപൊളിയാണ്. അപ്പോൾ ചക്കയുടെ മധുരവും നമ്മൾ എന്താണോ മുക്കിപ്പൊരിക്കുന്നത് അതിൻ്റെ മധുരത്തിന് കറക്റ്റ് ചെയ്തിട്ട് വേണം ഈ മാവിൽ നമ്മൾ മധുരം ഇടാൻ കേട്ടോ. ഇതിൽ വേണമെങ്കിൽ തേങ്ങ ചിരകിയത് ഇടാം, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഓട്സ് ഇടാം. ഇതെല്ലാം ഈ ഒരു മിക്സിൽ ഇടാം. അതായത് നമ്മളെ മൈദയുടെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ് മൈദ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഹെൽത്തി ആക്കാൻ വേണ്ടി എന്തൊക്കെ വാരി വലിച്ചിടാവോ അതൊക്കെ ഇടാം. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ചക്കപ്പൊരി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയായിരുന്നു. ചക്കപ്പൊരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കൂടിയ തീ വെച്ചിട്ട് അങ്ങ് മൊരിച്ച് കരിയിച്ച് കളയരുത്. കുറഞ്ഞതും കൂട്ടിയും തീയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു മൊരിഞ്ഞ പോലെ കിട്ടുന്നതാണ് ചക്കപ്പൊരി എപ്പോഴും നല്ലതായിട്ട്. അല്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയുക, കുഴാന്നായി പോവും. ഇപ്പോൾ ഈ കുഴഞ്ഞ ചക്കയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചക്ക ഇങ്ങനെ മുഴുവത്തോടെ പൊക്കിയായിരുന്നു. അതുകൂടാതെ ഇതിൽ നല്ല കുഴഞ്ഞ ചക്കയില്ലേ, കുഴഞ്ഞ ചക്ക, ഇതിപ്പോൾ കുഴഞ്ഞ ചക്കയല്ല, കുഴഞ്ഞ ചക്ക ശരിക്കും ഒടച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ മുമ്പ് സ്പൂൺ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ സ്പൂണിൽ കോരിയിട്ടുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു വർഷത്തിൽ 3 വട്ടം കായ്ക്കുന്ന ചക്കയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചക്ക കിട്ടുന്നുണ്ട്. പിന്നെ ചക്ക കൊണ്ട് ഉണ്ടാക്കാത്ത ഒന്നുമില്ല. ഞാൻ ചക്ക അട ഉണ്ടാക്കാറുണ്ട്, ചക്ക പായസം ഉണ്ടാക്കാറുണ്ട്, ചക്ക പുട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്നോ അതൊക്കെ ഉണ്ടാക്കും. ചക്കയും മറ്റേ എല്ലും ബീഫൊക്കെ ഇട്ട് മിക്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഈന്തപ്പഴം ഇതുപോലെ ഒന്ന് പൊരിച്ച് ചില പിള്ളേർ കഴിക്കത്തില്ല. അപ്പോൾ ഈ കുരുത്തം കെട്ട പിള്ളേർക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു അണ്ടിപ്പരിപ്പ് വെച്ച് അടച്ചിട്ട് ഇങ്ങനെ മുക്കി പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം മധുരം നിങ്ങൾ ഈ മാവിൽ അതനുസരിച്ച് ടാലി ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. ഈന്തപ്പഴത്തിന് നല്ല മധുരമല്ലേ. അപ്പോൾ ഇതും അതുപോലെ തന്നെ അങ്ങനെ കരിയിച്ചെടുക്കരുത്, പക്ഷെ മൊരിയിച്ചെടുക്കണം. ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്.